ഹലോ മക്കളെ, ഇന്ന് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ആണ് 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. വെള്ളം നല്ലോണം ചൂടാക്കുക, അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് തിളയ്ക്കുമ്പോൾ ഈ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന കോളിഫ്ലവർ എടുത്ത് അതിലോട്ടിട്ട് നല്ലതായിട്ടൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് നല്ല വേവിച്ചത് ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുത്ത് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷമാണ് അടുത്ത് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ എണ്ണ ഒഴിക്കുക. ഏതെണ്ണ, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, ഇല്ല നോർമൽ ഓയിലാണെങ്കിൽ അത് ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് കടുക് ഇട്ടുക. കടുക് നല്ലോണം ഒന്ന് പൊരിഞ്ഞു വരുമ്പോൾ നല്ല പൊട്ടി വരണം കേട്ടോ. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പം അടുത്ത പണി എന്ന് പറയുമ്പം നമുക്ക് ഇടേണ്ടത് ഉള്ളിയാണ്. ഓക്കെ, ഉള്ളി എടുത്ത് റെഡിയാക്കി വെച്ചോളൂ. എൻ്റെ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സോറി കേട്ടോ ടൈം ആവുന്നതിന്. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉള്ളിയാണ് കേട്ടോ. സവാളയാണ്. സവാള അരിഞ്ഞ് വെച്ചേക്കുക. സവാള അരിഞ്ഞത് അങ്ങോട്ടിട്ട് ഫ്രൈ ചെയ്യണു. സവാള അരിഞ്ഞതിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഇടുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇങ്ങനെ തട്ടി ഇടാം കേട്ടോ, അതായത് ഇടിച്ചിടാം. ജിഞ്ചറും ഗാർലിക്കും ചേർന്ന് ഇടിച്ചിടാം, അല്ലെങ്കിൽ അത് പേസ്റ്റ് ഇടുക. പേസ്റ്റ് ഇട്ടു, അത് മിക്സ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഇത് മുളക് പൊടി, അതിനുശേഷം ഇത് ഗരം മസാലയാണ്, കറി മസാല, നമ്മുടെ മസാല ഇട്ടു. അതിനുശേഷം അതെല്ലാം കൂടെ ചേർത്ത് ഈ നമ്മൾ ഇട്ടേക്കുന്ന അതായത് വേവിച്ച് വെച്ചേക്കുന്ന ഈ കോളിഫ്ലവറും ചേർത്തിട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മസാല നല്ലോണം അതിൽ മിക്സ് ആവണം കേട്ടോ. പക്ഷേ എടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒടിച്ച് കളയരുത്. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ ഇത് മല്ലിയില, അതെ, ഈ മല്ലിയില അങ്ങോട്ട് ഇങ്ങനെ വെതറിയിട്ട്, ഞാൻ ഈ മല്ലിയില ഇടുന്നതുകൊണ്ടാണ് കേട്ടോ കറി ലീഫ് ഇടാത്തത്. ഇട്ടിട്ട് നല്ലോണം ഒന്നും അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് ചേർത്ത് ഇത് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് അത്രയേ ഉള്ളൂ. ഓക്കെ, അടച്ച് വെക്കുന്നവരാണെങ്കിൽ വെക്കുക. ഞാൻ അടച്ചൊന്നും വെച്ചല്ല കേട്ടോ, അല്ല, അത് അങ്ങനെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുത്തു. ഒരു 5 മിനിറ്റിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായം പറയണം കേട്ടോ.